وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അൻആമിലെ ഏതാനും ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ആ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ശിർക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഒരുപാട് ശ്രമങ്ങൾ. ആ കൂട്ടത്തിൽ നിന്നാണ് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ ചൂണ്ടി ഇതാണോ ഇലാഹ് എന്ന് അന്വേഷണം നടത്തുന്ന, അവരുടെ ബുദ്ധിയെ തട്ടിയുണർത്തുന്ന ചോദ്യോത്തരങ്ങൾ. അവസാനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ട്. യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് ഞാൻ വിമുക്തനാണ്, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. നമ്മുടെ സാധാരണ വജ്ജഹ്തുവിലെ ഒരു ഭാഗം, എന്റെ മുഖം ആകാശഭൂമികളെ പടച്ച അള്ളാഹുവിന് നേരെ വക്രതയില്ലാത്ത ആളായി, വളവില്ലാത്ത ആളായി ഞാൻ തിരിച്ചിരിക്കുന്നു. ഞാൻ ശുദ്ധിയിൽപ്പെട്ടവനല്ല. സാധുക്കളായ നമ്മുടെ നാട്ടുകാർ വിചാരിക്കുന്നത് വക്രതയില്ലാത്ത മാർഗം അള്ളാഹുവിങ്കലേക്ക് ഔലിയായിലൂടെ, അംബിയായിലൂടെ, മഹത്തുക്കളാണെന്ന് പറയുന്നതിലൂടെ പോകലാണ് എന്നാണ്. അപ്പോൾ ഹനീഫൻ എന്ന വാക്ക് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യർ അള്ളാഹുവല്ലാത്ത മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരിലൂടെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്, അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിന് പകരം അള്ളാഹു നബിമാരിലൂടെ കാണിച്ച മാർഗം അവരെല്ലാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അടയാളങ്ങളാണ്. പക്ഷേ അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കയില്ല. മറിച്ച് അള്ളാഹുവോട് നേരിട്ട് മാത്രം ഇസ്തിഗാസ ചെയ്യുക, ഈ നബിമാരെയൊക്കെ അനുസരിക്കുക, അവന്റെ ഔലിയാത്തിനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നതിൽ ഒതുങ്ങി ആണ് ഹനീഫ് ആകുന്നത് എന്ന കാര്യമാണ്. ഈ കാര്യം നമ്മുടെ നാട്ടുകാർക്ക് വീണ്ടും 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 അവർ നേരെയാകുന്നത് വരെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കട്ടെ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.